ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ രാജസ്ഥാൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ട്രെയിൻ ഇറങ്ങി രാജസ്ഥാൻ എത്തിയപ്പോൾ തന്നെ നമ്മൾ നേരെ ജയ്പൂർ സിറ്റിയിലേക്കാണ് പോയത്. അന്നത്തെ ദിവസം തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ സൈറ്റ് സീയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കവാടം കണ്ടില്ലേ, ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ജയ്പൂർ എന്ന് പറയുന്ന സിറ്റിയാണ് പിങ്ക് സിറ്റി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം പിങ്ക് ആയിരിക്കും. ബിൽഡിങ്സ് മാത്രമല്ല, ആ ബിൽഡിങ്സിൻ്റെ പേര് എഴുതിയിരിക്കുന്നതും ഒരേ ടൈപ്പ് ഓഫ് ഫോണ്ടിലും ഒരേ കളറിലുമായിരിക്കും. അപ്പോൾ ഇത് പണ്ടേ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ ചെയ്തു വെച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോഴും അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. എല്ലാവരും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ജയ്പൂർ സിറ്റി ഉള്ളത്. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ ആ രാജാവിൻ്റെയും ഒക്കെ ആ ഒരു ഭരണത്തിൻ്റെ ഫീൽ വരും. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫാമിലി റൂമാണ് കിട്ടിയത്. കുട്ടികളുണ്ടായതുകൊണ്ട് 2 സെപ്പറേറ്റ് ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫാമിലി കോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ സച്ചു മാത്രമാണ് അതിൽ കിടന്നത്. ബാക്കി ആമി ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയത് ജൽമഹലിലേക്കാണ്. ജൽമഹൽ എത്തിയപ്പോൾ അവിടെ ഇതാ രാജസ്ഥാൻ്റെ അട്രാക്ഷൻ രാജസ്ഥാനി ഡ്രസ്സ്. അപ്പോൾ നമ്മൾ എന്തായാലും അത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ അപ്പോൾ ആമിക്കും വേണമായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആമിൻ്റെ ഷോർട്സ്, ആമി ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരു 7,000+ ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിരുന്നു. എനിക്ക് തന്നെ എൻ്റെ മോളോ അയ്യോ ഭയങ്കര രസമുണ്ടല്ലോ എന്ന് തോന്നി. ഇതാണ് കേട്ടോ ജൽമഹൽ. ഞങ്ങൾ ക്യാബ് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പണ്ട് ഇവിടേക്ക് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ജലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പണ്ടത്തെ രാജാവ് താമസിക്കാൻ വേണ്ടി അവർ ഓരോ സീസണിലും ഓരോ ബിൽഡിങ്ങിലായിരിക്കുമല്ലോ താമസിക്കുക. അപ്പോൾ ജലത്തിൽ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ് അതിനെ ജൽമഹൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആംബിയൻസ് വളരെ നല്ല രസമായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിന് ചുറ്റും കച്ചവടക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലെ രാജസ്ഥാനി ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് രാജസ്ഥാൻ്റെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ പോയി കഴിഞ്ഞാലും ഈ രാജസ്ഥാനി ഡ്രസ്സ് അവിടുത്തെ ഹൈലൈറ്റ് ആണ്. എന്തായാലും ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ചിട്ട് അത് ട്രൈ ചെയ്യണം എന്നാണ് കേട്ടോ ഞാൻ പറയുക. അത് റേറ്റൊക്കെ വളരെ വളരെ കുറവാന്ന് വെച്ചാൽ എനിക്ക് 200 രൂപയും മോൾക്ക് 100 രൂപയാണ്. പിന്നെ അവർ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാനുള്ള പൈസയാണ് ചോദിക്കുക. അത് നമ്മൾ ലാസ്റ്റ് ഡേ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ പ്രൈസ് കുറവായിരുന്നു. 50 രൂപയാണ് അവർ പറഞ്ഞത്, ഫോട്ടോയ്ക്ക് 20 രൂപ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് ഇപ്പം മീൻസ് നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ സെലക്ട് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റോട് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ പ്രൈസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ ആട്ടോ മനസ്സിലായത്. അപ്പോൾ അവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളും രാജസ്ഥാൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുള്ള അവിടുത്തെ ചെരുപ്പ്, രാജസ്ഥാനി ചെരുപ്പ് അതെല്ലാവർക്കും അറിയാമല്ലോ. രാജസ്ഥാനി ചെരുപ്പ് നമ്മുടെ നാട്ടിലേക്കും അവർ കൊണ്ടുവരാറുണ്ട്. ഇവിടെ നമ്മുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ അതേ സാധനം അവിടെ ഉണ്ടായിരുന്നു. റേറ്റ് അങ്ങ് സെയിം തന്നെ, 200 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ രാജസ്ഥാനിൻ്റെ ആ ഒരു പ്രത്യേകത മീൻസ് ആനയും ഒട്ടകമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഡിസൈൻ ചെയ്ത് കുറച്ച് ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഈ രാജസ്ഥാനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ആംബർ ഫോർട്ടിലേക്കാണ്. ആംബർ ഫോർട്ടും ജയ്പൂരിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് അട്രാക്ഷനാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഈവനിങ് ആകുമ്പോഴാണ് അവിടെ എത്തിയത്. നൈറ്റ് വ്യൂ ആണ് നമ്മൾ കണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡേ വ്യൂവും സൂപ്പറായിരിക്കും. കാരണം അവിടുത്തെ ഓരോ പ്ലേസും നമ്മൾ നല്ല രീതിയിൽ കാണണം. ആംബർ ഫോർട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നൈറ്റ് വ്യൂവും ബെസ്റ്റാണ്. അവിടുന്ന് താഴേക്ക് സിറ്റിയൊക്കെ കാണാൻ സൂപ്പറായിരിക്കും. പക്ഷേ ആംബർ ഫോർട്ട് ഫുള്ളായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോരോ ഭംഗിയും ഓരോരോ അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഡേ ടൈം പ്രിഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ അവിടേക്ക് പോയി ഉള്ളിലേക്ക് കയറി കഴിയുമ്പം ഇതാണ് ഫോർട്ട്. ഈ ഫോർട്ടിൽ പണ്ട് മാൻസിംഗ് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഗൈഡിനെയും കൂടി നമുക്ക് അവിടുന്ന് ഹയർ ചെയ്യാൻ പറ്റും. ഈ ക്യാബും ഈ ഗൈഡും അവർ തമ്മിലൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ടാവുമല്ലോ. അവരാണ് നമ്മുടെ ഏജൻ്റായിട്ടാണ് ഈ ക്യാബ് ശരിക്കും പറഞ്ഞാൽ ഈ ഗൈഡിനുമായിട്ട് അവർ രണ്ടുപേരും തമ്മിലൊരു ഒരു എന്തായാലും എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു കമ്മീഷൻ പരിപാടി ഉണ്ടാവും. നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു ഗൈഡിന് അവർ പറഞ്ഞ 400 രൂപയാണ്. അപ്പോൾ അതും എടുത്തു. പിന്നെ അവിടുന്ന് അതിനകത്ത് കയറാൻ വേണ്ടി 200 രൂപ ടിക്കറ്റ് ഉണ്ട്. അത് നമ്മുടെ രാജസ്ഥാൻ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും അവിടെ നിന്ന് ടോട്ടൽ 600 രൂപയാണ് നമുക്ക് ആംബർ ഫോർട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ചിലവായത്. അപ്പോൾ അയാൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈഡിന് എടുത്തത് എന്തുകൊണ്ടും നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് റെയർ പിക്സ് അയാൾ നമുക്ക് എടുത്തു തന്നു. രാത്രി ടൈം ആണെങ്കിലും അവിടെ ഓരോ സ്ഥലത്തും അയാൾക്കറിയാം ഏതൊക്കെ പ്ലേസ് പോയി നിന്ന് നമ്മൾ ഫോട്ടോ എടുത്താലാണ് നല്ല ഭംഗിയുള്ള ഫോട്ടോ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അയാൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നു കേട്ടോ. അപ്പം എനിക്ക് തോന്നി അയാളെ കൂടെ കൊണ്ടുപോയത് ഒരു വേർത്താണ്.
കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി. കാര്യം ആ ഒരു പിക്സൊക്കെ രാത്രി ഒരു ടൈമിൽ നമ്മൾ ഫോട്ടോ എടുത്താൽ ഉണ്ടാവുന്ന വെളിച്ചമല്ല. അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഇതിലും കൂടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിതൊക്കെ റെയർ ആയിട്ട് കിട്ടുന്നതാണെന്ന് തോന്നി. കാരണം അങ്ങനെ ഒരു പിക്കൊക്കെ നമ്മുടെ ഐഡിയ നമുക്ക് ആ ഔട്ട്പുട്ട് കാണുമ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് ആണ് ഇത് അവിടുത്തെ ഒരു ചിത്രപ്പനയാണ്. ഇതിനു വേണ്ടി അവർ യൂസ് ചെയ്തിരിക്കുന്ന പണ്ടത്തെ കാലത്തെ ഈ ആർക്കിടെക്ചേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് പഴങ്ങളും പച്ചക്കറികളുടെയും ഒറിജിനൽ ആയിട്ടുള്ള നീരാണ്. ആ നീര് യൂസ് ചെയ്തിട്ട് അതിൻ്റെ നാച്ചുറൽ കളറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ നാച്ചുറൽ കളർ അവിടെ ആ നൈറ്റ് ടൈമിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ അതിൻ്റെ റൂഫും അതിൻ്റെ വാളും എന്നൊക്കെ പറയുന്നത് ലൈം സ്റ്റോൺ. അവിടുത്തെ രാജാക്കന്മാർ, എനിക്ക് തോന്നുന്നു രാജസ്ഥാനാണ് ഇപ്പം നമ്മുടെ മാർബിൾ ഉണ്ടാക്കി നമ്മുടെ താജ്മഹൽ ഉണ്ടല്ലോ, വേൾഡ്സ് ബ്യൂട്ടി എന്ന് പറയുന്ന അതിൻ്റെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി നമ്മുടെ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്ന മാർബിളും രാജസ്ഥാനിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് കല്ലുകളും ശില്പങ്ങളും മീൻസ് അതുപോലത്തെ ഓരോ മെറ്റീരിയൽസ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഫോർട്ടിനൊക്കെ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആർക്കിടെക്ചേഴ്സിൻ്റെ ബ്രെയിൻ, അവരുടെ തല എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കൊത്തുപണി, അതിനകത്തുള്ള ഓരോ മിനിയേച്ചർ വർക്ക് പോലും ഭയങ്കരമായിട്ടുള്ളൊരു സ്കില്ലിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മുടെ ഈ മൊണോമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു രാജ്യത്ത് ഇത്രയും നല്ലൊരു മൊണോമെൻറ്റ്സ് ഉണ്ടാവും, അത് രാജസ്ഥാൻ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് എന്നുള്ളത് എനിക്കും എന്നെപ്പോലെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും കൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇത്രയും മോണമെന്റ്സ് അത് അൺടച്ചബിൾ ആയിട്ട് ഇപ്പോഴും നമുക്ക് ആ പഴയ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് വരും. മീൻസ് പണ്ടത്തെ രാജാവ് ഭരിച്ചിരുന്നതാണ്, അവരെവിടെയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അത്രയും നല്ലൊരു ആർക്കിടെക്ചർ ഈ ആർച്ചിനുള്ളിൽ കൂടെ പുറത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അവരത് കൂടെ നടക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ എന്താണോ, ഒരു റോയൽ ഫീലില്ലേ, അതുപോലെ നമുക്കും തോന്നും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇതൊക്കെ ഫുള്ള് കണ്ണാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കണ്ണാടിയിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ, നമ്മുടെ റിഫ്ലക്ഷൻ കാണുന്നത്, നമ്മുടെ മുകളിലേക്ക് നോക്കുമ്പോൾ അതിന് പല രീതിയിൽ നമ്മൾ കാണുന്നത് ഒക്കെ അവർ ആ ഒരു ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പിന്നെ നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ വാവ് എന്ന് തോന്നിപ്പോകും. അത്രയും സൂപ്പറായിരുന്നു രാജസ്ഥാനിലെ ഈ ആംബർ ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു വീഡിയോയിൽ അവർ ഡേ ടൈമിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കൂടെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ലൈം സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ സച്ചിൻ തൊട്ട് നോക്കണം, കാരണം അത് തൊടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പക്ഷെ നല്ല തണുപ്പും ഭയങ്കര മിനുസും ആയിട്ടുള്ള ഒരു വോളാണിത്. അപ്പോൾ ഇതിൽ കൂടി നമ്മളിങ്ങനെ നടന്നിട്ട് ആ ഫോർട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതാണ് രാജ്ഞിമാർ താമസിച്ചിരുന്ന സ്ഥലം. ഈ മാൻസിംഗിന് 12 രാജ്ഞിമാരുണ്ടായിരുന്നു. 12 രാജ്ഞിമാരെയും ഒരുമിച്ച് താമസിപ്പിച്ചിരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു കൂട് പോലെ കാണുന്നില്ലേ, ഗ്രില്ലിട്ടിട്ട്, അതാണ് അവർ പണ്ട് ബാത്ത് ടബായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ബാത്ത് ടബ് എനിക്ക് തോന്നുന്നു അത് കാണാൻ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടല്ല, പക്ഷെ അത് പുറത്തുള്ള ബാത്ത് ടബ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇത് കുഴപ്പമില്ല, പണ്ടത്തെ ഒരു ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്ത് ടബ് മുകളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ പ്രൈവസി വരുന്ന പോലെ. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് അവരവിടെ സെക്യൂരിറ്റി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ടോപ്പിൽ 2 പോയിന്റ്സ് ഉണ്ട്. അവിടെ 2 ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. കാര്യം രാജ്ഞിമാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രാജാവ് അതിനു വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഇങ്ങനെയൊരു കാറ്റഗറി പെട്ടിരുന്ന ആൾക്കാരെയാണ്. അപ്പോൾ 12 രാജ്ഞിമാർക്ക് വേണ്ടിയിട്ട് മാൻസിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിന് സൈഡിൽ കൂടി ഓരോ കോണിയുണ്ട്. ആ കോണിയിൽ രാജാവിന് മാത്രം എൻട്രി ചെയ്യാൻ പറ്റും. പരസ്പരം രാജ്ഞിമാർക്ക് പോലും അവരുടെ ആ റൂമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഒരു ഹാള്, ഒരു കിച്ചൺ. ആ കിച്ചണിൽ പണ്ടത്തെ മിക്സിയാണ് കേട്ടോ കാണുന്നത്. അവർ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു പ്ലേസ് ആണത്. അതുപോലെ ഒരു കിച്ചൺ, ഒരു ഹാള്, ഒരു ബെഡ്റൂം. അതാണ് എല്ലാ റൂമിലും എല്ലാ രാജ്ഞിമാർക്കുമായിട്ടുള്ളത്. ഇതുപോലെ 12 എണ്ണം, 12 സൈഡിൽ, 4 സൈഡിൽ 3 റൂമായിട്ട് 12 റൂമുകളാണ് രാജാവിൻ്റെ രാജ്ഞിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി വന്ന് ഒത്തുചേരാനുള്ള ഒരു സ്ഥലം കൂടി അവിടെ ഉണ്ട്. മീൻസ് എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ രാജാവിന് എല്ലാ രാജ്ഞിമാരും ഒരുമിച്ച് സംസാരിക്കുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരു ഒരു കോമൺ പ്ലേസ് ഇതിനുണ്ട്. അതല്ലാതെ വേറെ ഒരു വഴി കൂടിയും രാജ്ഞിമാർക്ക് പരസ്പരം കാണാനുള്ള ഒരു സാഹചര്യം രാജാവ് ഒരുക്കിയിരുന്നില്ല എന്ന് വേണം പറയാൻ. പണ്ടുള്ള രാജാവ് ഇതൊന്നും അവർക്ക് എന്താ പറയുക, ഒരു വിഷയമുള്ള കാര്യമില്ലല്ലോ. എന്തായാലും പരസ്പരം ഭാര്യമാരാൻ മടി ഉണ്ടാവാതിരിക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, പണ്ടത്തെ ബുദ്ധിയാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മളിങ്ങനെ ഓരോ റൂമിലും നമ്മൾ കയറി. എല്ലാ റൂമും ഏകദേശം ഒരുപോലെയാണ് കേട്ടോ. എല്ലാ റൂമിലേക്കും ഇതുപോലെ ആക്സസ് ഉണ്ട്.
പിന്നെ അവിടെ ഇപ്പം നമ്മളെക്കാളും കൂടുതൽ കുറച്ച് കാലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരും അവിടെ ഉണ്ട് കേട്ടോ. ഈ സ്ട്രീറ്റ് ഡോഗ് എന്തായാലും നമ്മൾ ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും കാണാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് ദിവസം പോയ സ്ഥലത്ത് നമുക്ക് ഒരുപാട് പശുക്കളെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, നമുക്കൊരു പേടി, ഒരു ക്ലീൻലിനെസ്സിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ബട്ട് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ ആംബർ ഫോർട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതിൻ്റെ ഡേ ടൈം വ്യൂ കൂടെ കാണണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാര്യം അതും കൂടെ നന്നായിരിക്കും. പക്ഷെ രാത്രി വ്യൂ രസമുണ്ടായിരുന്നു, ലൈറ്റ് വന്നിട്ടൊക്കെയുള്ള വ്യൂ രസമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കോമൺ ആയിട്ട് രാത്രിമാർക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡേ 1 ജയ്പൂർ സിറ്റിയിൽ കണ്ടത്. നാളെ നമ്മൾ കിഷൻഗഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പിറ്റേന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ ഓൺ ദ വേ ആയിട്ട് ഇടാം കേട്ടോ. താങ്ക് യു.